നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കാതിരുന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഇശാ നിസ്കരിക്കാലോ, സമയമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആലോചന. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഫോണൊക്കെ വിളിച്ചാൽ ഫോൺ എടുത്ത് ഹലോ കുറച്ചു നേരം സംസാരിച്ച് ഞാൻ നിസ്കരിച്ചിട്ടില്ല കേട്ടോ, ഫോൺ വെക്കും. അടുത്ത ആൾക്ക് വോയിസ്, ഞാൻ നിസ്കരിച്ചിട്ടില്ല. നീ പറയുന്ന സമയത്ത് നിസ്കരിച്ചുകൂടെ ചങ്ങായി? ഇല്ല. എന്തല്ലോ സുന്നത്തായ കാര്യങ്ങളാ മൂപ്പര് ചെയ്യണത്. ആകയാൽ ഒരു മുഅ്മിനിന്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം തന്നെ നിസ്കാരമാണ്. ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏത് കല്യാണ പരിപാടിയുടെ പേരിലാണെങ്കിലും, ഏത് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ പേരിലാണെങ്കിലും ഒരൊറ്റ നിസ്കാരം ഖളായി കൂടാ. നിസ്കാരം ഖളാ ആവുന്നവനെ കുറിച്ച് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരൊറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഖളായി കൂടാ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടായിരിക്കും 65 കൊല്ലം നമ്മൾ സൂക്ഷിച്ച ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതല്ലേ ഹദീസ് പറയുന്നത്. ഒരാള് നന്മ ചെയ്ത് അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാണ് അകലം മാത്രമായപ്പോൾ അതാ അയാളിൽ അല്ലാഹുവിൽ കോപമുണ്ടാക്കുന്ന ഒരു തെറ്റു വന്നു. അതോടെ അയാളുടെ ജീവിതം മുഴുവനും ബാത്തിലാവുകയാണ്. ഒരിക്കലും സംഭവിക്കരുത്.